ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫേഴ്സ്, അതായത് ബിഗ് സേവിങ് ഡേയ്സ്. ഇതതിൻ്റെ സെക്കൻഡ് പാർട്ട് കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സാംസങ്, പിന്നെ ഏതാണ് വിവോ, നത്തിങ് ഫോൺസ്, അങ്ങനെയുള്ള മോഡൽസിൻ്റെ ഒക്കെ തന്നെ ഓഫറൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫോൺസിനൊക്കെ ഓഫേഴ്സാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് പോയി കാണാം. ഇതിലാണെങ്കിൽ മെയിനായിട്ട് ബാക്കിയുള്ള മോട്ടറോള, റിയൽമി, പോക്കോ, പിക്സൽ ഫോൺസ് അതിനെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓഫറിലാണെങ്കിൽ 10% ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അതായത് HDFCയുടെ കാർഡ്സിൽ വരുന്നുണ്ട്, പിന്നീട് ബാങ്ക് ഓഫ് ബറോഡ വരുന്നുണ്ട്, പിന്നെ വേറൊരു കാർഡ്സിൽ കൂടെ ഓഫർ വരുന്നുണ്ട്. അപ്പം വാങ്ങുന്നുണ്ടെങ്കിൽ എവിടുന്നൊക്കെ ആണെങ്കിലും നിങ്ങൾ കാർഡ്സൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വാങ്ങാൻ നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ മോട്ടറോള ഫോൺസിനെ പറ്റി പറയാം. മോട്ടറോള ആണെങ്കിൽ മോട്ടറോളയുടെ G64 5G എന്ന മോഡൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,999 കിട്ടുന്നത്. സോ അത്യാവശ്യം നല്ല മോഡലാണ്. 13,000 രൂപ 15,000 രൂപ ആ റേഞ്ച് ഫോണാണ്. 13,000 രൂപ കിട്ടുന്നുണ്ട്. നല്ലൊരു ബർത്ത് ആയിട്ടുള്ള മോഡലാണ്. പിന്നീട് മോട്ടോയുടെ G85 എന്ന മോഡൽ കൂടെ വരുന്നുണ്ട്. അത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അതിന് വരുന്നുണ്ട്. അതാണെങ്കിൽ ഈ ഓഫർ പ്രൈസിനാണെങ്കിൽ 16,999 കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു മോഡലാണ് G85 എന്ന് പറഞ്ഞാൽ. മോട്ടറോള എല്ലാ ബഡ്ജറ്റ് റേഞ്ചിലും അല്ലെങ്കിൽ ഏത് പ്രൈസ് റേഞ്ചിൽ ഫോൺ ഇറക്കിയാലും ആ റേഞ്ചിലെ ഒരു നല്ല ഫോണായിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസ് ആണ് മോട്ടറോള ഇപ്പം ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഇറക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പം എല്ലാ പ്രൈസ് സെഗ്മെൻറ്റിലും അവർക്കൊരു ബെസ്റ്റ് ഫോൺസ് ഉണ്ട്. പിന്നീട് മോട്ടറോളയുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന മോഡൽ വരുന്നുണ്ട്. അതിനാണെങ്കിൽ 20,999 കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല മോഡലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലൊക്കെ തന്നെ 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതിനും IP68 റേറ്റിംഗ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. സോ നല്ല മോഡലാണ്. പിന്നീട് മോട്ടറോയുടെ എഡ്ജ് 50 പ്രോ എന്ന മോഡൽ വരുന്നുണ്ട്. പ്രോക്കാണെങ്കിൽ 28,999 വരുന്നുണ്ട്. ഇതാണെങ്കിൽ 30,000 രൂപയുടെ മേലെ വരുന്ന മോഡലാണ്. 31 ആ റേഞ്ചൊക്കെ വരുന്ന മോഡലാണ്. സോ ഇതും നല്ലൊരു ഓഫറിന് കിട്ടുന്നുണ്ട്. പിന്നീട് മോട്ടോയുടെ എഡ്ജ് 50 എന്ന മോഡൽ വരുന്നത്. അതാണെങ്കിൽ 24,999 ആ ഒരു മോഡലും കൂടെ കിട്ടുന്നുണ്ട്. സോ അതും അത്യാവശ്യം നല്ലൊരു മോഡലാണ്. അത് 26, 27 ആ റേഞ്ച് മോഡലായിരുന്നു. സോ അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫർ അതിനും വരുന്നുണ്ട്. ഇത്രയും മോഡലാണ് മോട്ടറോളയിൽ ബെസ്റ്റായിട്ട് വരുന്നത്. വേറെയും വരുന്നുണ്ട്. ഞാൻ പിന്നെ ബെസ്റ്റ് ഫോൺസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ബാക്കിയൊന്നും പറയാത്തത്. പിന്നെ റിയൽമിയുടെയും ഒരുപാട് ഫോൺസിന് ഓഫേഴ്സ് വരുന്നുണ്ട്. നോർമൽ അങ്ങനെ വരാറില്ല, പക്ഷേ ഇത്തവണ റിയൽമിയുടെ ഒട്ടുമിക്ക എല്ലാ മോഡലിലും ഓഫർ വരുന്നുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് റിയൽമിയുടെ 13 Pro Plus 5G എന്ന മോഡലാണ്. 30,000 രൂപയുടെ മേലെയുള്ളൊരു മോഡലാണ്. അതിനാണെങ്കിൽ ഈ ഒരു ഓഫർ പ്രൈസിൽ 25,999 ആണ് ഈ ഒരു ഫോൺ കിട്ടുന്നത്. ബെസ്റ്റ് ലെവൽ ഓഫ് ക്യാമറ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സംശയമില്ലാത്ത പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. കാരണം ഫോട്ടോഗ്രാഫിക്ക് ദി ബെസ്റ്റ്. ഇവർ ലോഞ്ച് ഇവൻറ്റിൽ പറഞ്ഞത് ഈ DSLR ക്യാമറ ഒന്നും വേണ്ട, റിയൽമിയുടെ 13 Pro Plus മതി എന്നാണ്. ആ റേഞ്ചൊന്നും എന്തായാലും കിട്ടില്ല, പക്ഷേ എന്നാലും നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ തന്നെ ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതിന് ചെറിയ മോഡലായിട്ടുള്ള 13 Proനും ഓഫർ ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ 23,999 ആ ഒരു ഫോണും കിട്ടുന്നുണ്ട്. സോ ഇത് രണ്ടും ആ റേഞ്ചിൽ നിങ്ങൾക്ക് 24,000 രൂപക്ക് അത് എടുക്കുന്നതിനായിട്ട് നല്ല 2,000 രൂപ കൂടുതൽ എടുത്തിട്ട് Pro Plus എടുക്കാം. സോ ബെറ്റർ ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ അത് പോയി എടുക്കുക. കിഡിലനായിട്ടുള്ള മോഡലാണ്. പിന്നീട് ഗെയിം കളിക്കാനാണ് ഫോൺ വാങ്ങുന്നത്. അത് 20,000 രൂപയ്ക്ക് താഴെ വേണമെന്നുണ്ടെങ്കിൽ, 15,000 രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ P1 സ്പീഡ് വരുന്നുണ്ട്. അതാണെങ്കിൽ 15,999 ഓഫർ പ്രൈസ് കിട്ടുന്നതായിരിക്കും. ഇതും ഒരു 17,000, 18,000 രൂപയുടെ മോഡലായിരുന്നു. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ്, അല്ലെങ്കിൽ Dimensity 7300 ചിപ്സെറ്റൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ ബെസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ കഴിഞ്ഞ മോഡലായിട്ടുള്ള റിയൽമിയുടെ 12 Pro ഓഫർ ചെയ്യുന്നുണ്ട്. ഓഫർ പ്രൈസ് ആണെങ്കിൽ 28,999 വരുന്നുണ്ട്. ഇതും ആ റേഞ്ചിൽ ബെസ്റ്റ് ലെവൽ ഓഫ് ക്യാമറ ഇതിന് കിട്ടുന്നതായിരിക്കും 21,000 രൂപക്ക്. സോ ക്യാമറ ഓറിയൻ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഫോണൊക്കെ പോയിട്ട് എടുത്താൽ മതി. പെർഫോമൻസ് അതൊന്നും പോയി എടുക്കരുത്. പിന്നീട് റിയൽമിയുടെ P2 Pro എന്ന മോഡലിന് ഓഫർ വരുന്നുണ്ട്. P2 Pro ആണെങ്കിൽ 19,999 കിട്ടുന്നതായിരിക്കും. സോ അതും അത്യാവശ്യം നല്ലൊരു ബർത്തായിട്ടുള്ളൊരു മോഡലാണ്. P സീരീസ് അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടാണ് ഫോൺ വരാറ്. എല്ലാം P സീരീസിലെ എല്ലാ ഫോൺസും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടെ വലിയ റിയൽമി ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ GT6 വരുന്നുണ്ട് 35,000 രൂപയ്ക്ക്. ഇതിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ഒക്കെ ചിപ്സെറ്റൊക്കെ വരുന്നുണ്ട്. സോ ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്, ബെറ്റർ ക്യാമറ ഒക്കെ തന്നെ ഇതിന് വരുന്നുണ്ട്. സോ 35,000 രൂപയ്ക്ക് നല്ല വേർത്താണ്. 40,000 രൂപയുടെ ഫോണൊക്കെ ആയിരുന്നു. അതിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് റിയൽമി P1 Pro ഈ ഒരു ഫോണിൻ്റെ ഓഫർ പ്രൈസ് ആണെങ്കിൽ 16,999 ഈ ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും. P1 Pro അത്യാവശ്യം നല്ലൊരു മോഡലാണ്. 20,000 രൂപ ആ റേഞ്ചൊക്കെ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് ഉണ്ടായത്. അത്യാവശ്യം നല്ലൊരു ബർത്തായിട്ടുള്ള മോഡലാണ്. പിന്നീട് അതുപോലെ തന്നെ റിയൽമിയുടെ P1 എന്ന മോഡൽ വരുന്നത്. അതായത് 13,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കിട്ടുന്നുണ്ട്. 15,000, 16,000 രൂപയുടെ മോഡലായിരുന്നു. ബട്ട്
അതിനും ഓഫറിൽ നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് ആ ഒരു ഫോൺ വരുന്നുണ്ട്. സോ റിയൽമിയുടെ ഒട്ടുമിക്ക എല്ലാ മോഡൽസിനും ഓഫർ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. സോ നല്ല കാര്യം റിയൽമി ഫോൺസ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ. പിന്നീട് പിക്സൽ ഫോൺസ് ഒക്കെ വാങ്ങുന്നവരോടാണ്, പിക്സൽ ഫോൺസ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 സീരീസിലെ ഫോൺസ് ഒന്നും എടുക്കാതിരിക്കുക. അത് ഒരുപാട് പഴയതായി 8 തൊട്ടൊക്കെ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പുതിയ പിക്സലിൻ്റെ 9 ആണെങ്കിൽ 71,999 കിട്ടുന്നുണ്ട്. 80,000 രൂപയുടെ ഫോണാണ്. സോ പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ട, ബാക്കി എല്ലാമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പോയി എടുക്കുക. അത്യാവശ്യം നല്ലൊരു മോഡലാണ്, കുഴപ്പമൊന്നും അതിനെപ്പറ്റി പറയാനില്ല. 9 പ്രോക്കും ഓഫർ ചെയ്യുന്നത്. 9 പ്രോ ആണെങ്കിൽ ഓൾമോസ്റ്റ് 92,999 ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഇനി 9 പ്രോ എക്സൽ എന്ന മോഡലാണെങ്കിൽ അതിനാണെങ്കിൽ 1,05,000 രൂപയ്ക്ക് ആ ഒരു ഫോണും കൂടെ കിട്ടുന്നുണ്ട്. സോ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്സൽ ഫോൺസ് ആണ്. ഇനി പഴയ മോഡലായിട്ടുള്ള പിക്സലിൻ്റെ 8ഉം 8 പ്രോക്കും ഓഫർ ചെയ്യുന്നുണ്ട്. 8 ആണെങ്കിൽ 47,999 48,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. 8 പ്രോ ആണെങ്കിൽ 65,000 രൂപയ്ക്ക് 8 പ്രോയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മോഡൽസിനാണ് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ഒരു ഇയർ എൻഡ് സെയിൽ അല്ലെങ്കിൽ ക്രിസ്മസ് സെയിലൊക്കെ ഓഫേഴ്സൊക്കെ വരുന്നത്. സോ വാങ്ങുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാർഡ്സൊക്കെ എവിടെയെങ്കിലും പോയി ഒപ്പിച്ചിട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് കിട്ടും. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രൈസ് കുറയാൻ ചാൻസ് ഇല്ല ചില മോഡൽസിനൊക്കെ തന്നെ. പിന്നീട് ചിലതൊക്കെ വെറുതെ ഓഫർ എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്, നോർമലായിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പോയിട്ട് വാങ്ങാതിരിക്കുക. അതായത് ഫോൺ വാങ്ങുന്നത് വാങ്ങാൻ, ഓഫറായിട്ടൊന്നും വിചാരിച്ചിട്ടൊന്നും വാങ്ങരുത്. നോർമലായിട്ടുള്ള പ്രൈസ് തന്നെ അവർ ഓഫറായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പറ്റിപ്പുണ്ട് എല്ലാ സൈഡിലും. അപ്പം അതും കൂടെ നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.